കെട്ടി വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് കയറിയിരിക്കാൻ പ്രത്യേകം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊരു വലിയ വെള്ളമായിരുന്നേ. അപ്പോൾ അത് സൈഡിൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് കയറി അങ്ങ് ഇരുന്നു കേട്ടോ. എനിക്ക് വെള്ളത്തിൽ കൂടി വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പം അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ട് പേടിയാണേ. നീന്താൻ അറിയാമെന്ന് ചോദിച്ചാൽ തോട്ടി നീന്തിയുള്ള പരിചയമൊക്കെ ഉണ്ട്, പക്ഷേ നാട്ടിൽ വീണ് കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറേ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് ഇതുവഴി ആൾക്കാർ വെള്ളത്തിലൊക്കെ പോകുന്നതെന്ന് അറിയാം. അവർക്ക് അത്രയും എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വീടിൻ്റെ മരത്തിൽ നിറയെ ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കാണാനേ ഇല്ല കേട്ടോ. ഇത് കുരങ്ങപ്പൂ ആണെന്ന് തോന്നുന്നു. നമ്മളിതിനെ കുരങ്ങപ്പൂ എന്ന് പറയാറുണ്ട്, കുങ്കുമപ്പൂ എന്നൊക്കെ പറയാറുണ്ട്. ഇതിലെ ആ സാധനം എടുത്ത് കയ്യിൽ പുരട്ടി കഴിയുമ്പോൾ കളറാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റംബുത്താൻ്റെ കൊല നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കുറേ പൊട്ടിച്ച് നോക്കി, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് നടന്നു കേട്ടോ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. നാടൻ മത്തി എന്ന് പറഞ്ഞാൽ കുഞ്ഞു മത്തി കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചേ. കൂട്ടത്തിൽ കുറച്ച് സാമ്പാറോടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് പരിപ്പും കൂടി ഇട്ട് അതും അടുപ്പത്തോട്ട് അങ്ങ് വെച്ചു കേട്ടോ. അങ്ങനെ സാമ്പാറും വെച്ചു. മീൻകാരൻ്റെ മീൻ വാങ്ങിച്ചു, മീൻ ചേട്ടൻ പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുത്ത് അങ്ങ് നേരെ അടുപ്പിലോട്ട് കയറ്റാമെന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞു മത്തി ആയതുകൊണ്ട് കറി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ ഇത് തോരൻ വെക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലകളും അതിൻ്റെ തേങ്ങയൊക്കെ ചേർത്തിട്ട് അതങ്ങ് നേരെ അടുപ്പത്തോട്ട് വെച്ചു. പിന്നെ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, അതും വേവിച്ചു. അപ്പോൾ നല്ല ചൂട് കപ്പയും മീൻ തോരനും പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അത് നമുക്ക് കറിയും കൂടെ വെച്ചു. കുറച്ച് മീൻ അതങ്ങ് കറിയും കൂടെ വയ്ക്കിച്ച് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കപ്പയും മീൻ കറിയും മീൻ തോരനും സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ.